ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുകും ബി അഫ്ളി ദറജതി സിയാമി വസ്സലാത്തി വസ്സദഖ. പ്രിയപ്പെട്ട സഹാബത്തെ, നമസ്കാരത്തെക്കാളും ദാനധർമ്മങ്ങളെക്കാളും പ്രധാനുഷ്ഠാനത്തെക്കാളും ഉത്തമമായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ കർമ്മം നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മങ്ങളെക്കാൾ പുണ്യമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനൊരു ചോദ്യം സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ സഹാബാക്കൾ ഒന്നടക്കം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ പ്രവാചകനെ, പറഞ്ഞു തന്നാലും നോമ്പിനേക്കാളും സദഖയേക്കാളും നമസ്കാരത്തെക്കാളും പുണ്യമായ ആ കർമ്മം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാഹു ദാത്തിൽ ബൈൻ, വിദ്വേഷത്തിൽ കഴിയുന്ന രണ്ടുപേരെ സുൽഹിലാക്കലാണ്, ജമ്മിലാക്കലാണ് ഈ പറയപ്പെട്ട ഇബാദത്തുകളെക്കാൾ ഉത്കൃഷ്ടമായ അമലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അസീം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പാപപ്പിഴവുകളും നമുക്ക് പുറത്തു മാപ്പാകത്തിലുമാകട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം പരിശുദ്ധമായ കലിമ ഉച്ചരിച്ചു സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് പുഞ്ചിരിച്ചു മരിക്കുന്ന സജ്ജനങ്ങളിൽ, സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഭാര്യ സന്തതികൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് 10ാമത്തെ സൂക്തമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്ത്, തീർച്ചയായും സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാകുന്നു. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ രജ്ഞിപ്പുണ്ടാക്കണം, സുൽഹുണ്ടാക്കണം. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. ഈ ഒരായത്ത് ആണ് ഇന്ന് കുറഞ്ഞ സമയം നമുക്ക് സംസാരിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്ത്, തീർച്ചയായും മുഅ്മിനീങ്ങൾ സഹോദരന്മാരും മാത്രമാകുന്നു. അല്ലാഹു പറയുന്നു, തീർച്ചയായും മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാകുന്നു. ഇവിടെ അഖുൻ എന്ന വാക്കിന് 2 ബഹുവചനമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അഖുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദരൻ എന്നാണ്. യാഹി, എന്റെ സഹോദര എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അഖുൻ എന്ന വാക്ക് സഹോദരൻ എന്ന അർത്ഥമുള്ള അഖുൻ എന്ന ഏകവചനം, ആ ഏകവചനത്തിന് 2 ബഹുവചനങ്ങളുണ്ട്. ഒന്ന് ഇഖ്വത്തുൻ,
രണ്ട് ഇഖ്വാൻ എന്നാണ്. ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മാതാവിന്റെ മക്കൾ, രക്തബന്ധുക്കളായ സഹോദരന്മാർക്ക് അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഇഖ്വത്ത്. എന്നാൽ ഇഖ്വാൻ എന്ന പദപ്രയോഗം എല്ലാ മുഅ്മിനീങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഇഖ്വത്തുൻ എന്ന പദപ്രയോഗത്തിലൂടെയാണ്. ഒരൊറ്റ മാതാവിൽ ജനിച്ച രക്തബന്ധുക്കളെ പരിചയപ്പെടുത്തപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പദമായ ഇഖ്വത്ത് എന്ന വാക്ക് പറഞ്ഞ അല്ലാഹു പറഞ്ഞു സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയുടെ, ഒരു വാപ്പയുടെ മക്കളെ പോലെ ലോക മുസ്ലിമീങ്ങൾ ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നമുക്കൊരു ഹദീസ് പറയുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു വഖൂലു ഇബാദല്ലാഹി ഇഖ്വാന, അല്ലയോ അല്ലാഹുവിന്റെ അടിമകളെ, നിങ്ങൾ ജീവിക്കേണ്ടത് ഇഖ്വാനൻ സഹോദരന്മാരായിട്ടാണ്. ലോകത്തിലെ എല്ലാ മുസ്ലിമീങ്ങളെയും, ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ അവരെയെല്ലാം വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു നിങ്ങൾ ജീവിക്കേണ്ടത് ഏകോദര സഹോദരന്മാരായിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ആ സഹോദരത്തിന് ഭംഗം വരുത്തുന്ന ചില വാക്കുകൾ, ചില പ്രവർത്തികൾ, അതിനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി നിരോധിക്കുകയാണ്. പിന്നീട് തങ്ങൾ പറഞ്ഞു നിങ്ങൾ എല്ലാവരും സഹോദരന്മാരായി ജീവിക്കണം. ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഹദീസ്. നിങ്ങൾ പരസ്പരം അസൂയാലുക്കളായി ജീവിക്കരുത്. വലാ തവാഅദു, നിങ്ങൾ പരസ്പരം വളബ്, ദേഷ്യം, വിദ്വേഷം വെച്ച് പുലർത്തരുത്. വലാ തനാജശു വലാ തദാബറു, പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കരുത്. നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ നിങ്ങൾ പുറംതിരിഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് മാറിപ്പോകരുത്. വലാ യബ്ഗ അഹദുകും അലാ ബൈഇ ബഹ്, നിങ്ങളുടെ സഹോദരൻ വില പറഞ്ഞ് ഉറപ്പിച്ച കച്ചവടം, ആ കച്ചവടത്തിന്റെ മേൽ നിങ്ങൾ വില കയറ്റി വെക്കരുത്. രണ്ടുപേരും തമ്മിൽ കച്ചവടം നടത്തി, വില പറഞ്ഞ് ഉറപ്പിച്ചു, പരസ്പരം ധാരണയില്ല. ആ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു ഒരു വീടോ അല്ലെങ്കിൽ വാഹനമോ അയാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വില നിനക്ക് ഞാൻ തരാം, ആ കച്ചവടം വിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ നടത്തിയ കച്ചവടം വിടാൻ പാടില്ല. അങ്ങനെ വില പറഞ്ഞ് സമ്മതിച്ചുറപ്പിച്ച കച്ചവടത്തിന് മേൽ കച്ചവടം ചെയ്യാൻ പാടില്ല. മാനസികമായി തന്നെ സഹോദരനെ പ്രയാസപ്പെടുത്തലാണത്. അങ്ങനെ പോലും നിങ്ങളുടെ സഹോദരന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ചതിക്കരുത്, അവനോട് വഞ്ചന കാണിക്കരുത്, അവനെ ആക്രമിക്കരുത് എന്നെല്ലാം പ്രവാചകൻ ഇങ്ങനെ സഹോദരന്റെ ബന്ധത്തെ കുറിച്ച്, സൗഹൃദ ബന്ധത്തിൽ പാലിക്കേണ്ട മര്യാദകൾ എണ്ണി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രവാചകന്റെ ഈ ഉപദേശങ്ങൾ സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തെ ഇവിടേക്ക് നോക്ക്. വയുശീറു ഇലാ സദരിഹി സലാസ മറാത്തി, തന്റെ നെഞ്ചിലേക്ക്, തന്റെ കൽബിലേക്ക് തങ്ങൾ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. പരസ്പരം സത്യവിശ്വാസികൾ പരസ്പരം സഹോദരത്തോടെ ജീവിക്കണം.
അസൂയ വെക്കരുത്, കുശുമ്പും കുന്നായ്മയും കൊണ്ട് നടക്കരുത്, പരസ്പരം കോപിക്കരുത്, പുറംതിരിഞ്ഞ് നടക്കരുത്, ചതിക്കരുത്, വഞ്ചന കാണിക്കരുത്, ഒരു നിലയിലും ഉപദ്രവിക്കരുത്, തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എത്ര സുന്ദരമായ ഉപദേശങ്ങളാണ് പ്രവാചകൻ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ സത്യവിശ്വാസികളാണ്. പ്രവാചകന്റെ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ പരസ്പരം സഹോദരന്മാരായി ആരും ആരെയും ആക്രമിക്കാതെ, ആരും ആരോടും അസൂയ വെച്ച് പുലർത്താതെ, ആരും ആരോടും കോപിക്കാതെ, കണ്ടാൽ തിരിഞ്ഞു നടക്കാതെ, പ്രിയപ്പെട്ടവരെ ആ സഹോദരന്റെ മര്യാദകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ജീവിക്കണം. ഇങ്ങനെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസ്, അൽ മുഅ്മിനു യഅ്ലഫു വയുഅ്ലഫു വലാ ഖൈറ ഫീമൻ ലാ യഅ്ലഫു വലാ യുഅ്ലഫു. ആരാണ് ഒരു സത്യവിശ്വാസി? ഒരു സത്യവിശ്വാസി എങ്ങനെ ജീവിക്കണം? പ്രവാചകൻ പറഞ്ഞു, അൽ മുഅ്മിനു യഅ്ലഫു, ഒരു മുഅ്മിൻ അവൻ ഇണക്കമുള്ളവനായിരിക്കണം, മറ്റുള്ളവരോട് ഇണങ്ങി ജീവിക്കണം. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, മഴ കഴിയട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഇണങ്ങി ജീവിക്കണം. ഇണക്കം, എല്ലാവരോടും സ്നേഹത്തോടെ, പരസ്പരം ഒരു ഇണക്കത്തോടെ, അങ്ങനെ ഇണങ്ങി ജീവിക്കുമ്പോൾ അവനോട് മറ്റുള്ളവരും ഇണങ്ങും. ഇങ്ങോട്ട് സഹകരിച്ചാൽ അങ്ങോട്ട് സഹകരിക്കും, ഇങ്ങോട്ട് സഹകരിച്ചില്ലെങ്കിൽ അങ്ങോട്ട് സഹകരിക്കില്ല. അങ്ങനെയാണ് ഒരു മനുഷ്യ സ്വഭാവം. പ്രവാചകൻ പറഞ്ഞു, എല്ലാവരോടും സഹകരിക്കണം, എല്ലാവരോടും ഇണങ്ങണം. അങ്ങനെ ഇണങ്ങി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ ഇവനോട് ഇണങ്ങും, ഇവനോട് സൗഹാർദ്ദത്തോടെ ഇടപെടും, ഇവനോട് സൗഹൃദം പുലർത്തും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പുലർത്തി ഇണങ്ങി ജീവിക്കുന്നവൻ അവനാണ് ഏറ്റവും ഉത്കൃഷ്ടൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പ്രവാചകൻ പറഞ്ഞു, വലാ ഖൈറ ഫീമൻ ലാ യഅ്ലഫു വലാ യുഅ്ലഫു. ചില ആളുകളുണ്ട്, അവർ ചില ആളുകളോട് മാത്രം വലിയ സൗഹൃദമായിരിക്കും, വലിയ ഇണക്കമായിരിക്കും. മറ്റു ചില ആളുകളെ അപേക്ഷിച്ച് അവരോട് യാതൊരു സൗഹൃദവും ഇല്ല, ഒരു കമ്പനിയില്ല, കണ്ടാൽ ഒരു ചിരിക്കുകയോ ഒരു സലാം പറയുകയോ ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അവനിൽ ഒരു നന്മയും ഇല്ല. അപ്പോ ഖൈറായ മനുഷ്യരുടെ സ്വഭാവമാണ് പരസ്പരം ഇണങ്ങി ജീവിക്കുക എന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവൻ നന്മയുള്ള മനുഷ്യനാണ്, ഖൈറുള്ള മനുഷ്യനാണ്. അതിന്റെ നേരെ വിപരീതം നിങ്ങൾ കണ്ടാൽ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വലാ ഖൈറ, ഒരു നന്മയുമില്ലാത്തവൻ, ഒരു ഗുണവുമില്ലാത്തവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും നമ്മൾ ആകർഷിക്കുമാറാകട്ടെ. എല്ലാവരോടും ഇണങ്ങി, എല്ലാവരോടും സന്തോഷത്തോടെ സൗഹൃദം പുലർത്തി ജീവിക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ ഹദീസ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ജനങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ആളുകളാണ്, ഉപകാരം ചെയ്യുന്ന ആളുകളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ സൗഹൃദം പുലർത്തി ജനങ്ങൾക്ക് നന്മ ചെയ്ത് എല്ലാവരോടും ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നിനക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നീ ആരെയും ഉപദ്രവിക്കരുത്. സാധാരണ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രവാചകന്റെ ഹദീസുകളാണ്. ഇതൊക്കെ നമ്മൾ പഴഞ്ചൊല്ലുകളായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പ്രവാചകൻ പറഞ്ഞു, നീ ആരെയും ഉപദ്രവിക്കരുത്, നീ ആരെയും ഉപദ്രവിക്കാതിരിക്കൽ അത് ധർമ്മമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ ഉപദ്രവിക്കാൻ നമുക്ക് തോന്നി, അപ്പൊ നമ്മൾ അതിൽ നിന്നും മാറി നിർത്താനെത്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. ഒരു വാക്ക് കൊണ്ട്, എന്റെ വാക്ക് ആർക്കും ഒരു ഉപദ്രവകരവും ഉണ്ടാക്കുന്ന വാക്കാകരുത്. എന്റെ പ്രവൃത്തി, ആ പ്രവൃത്തി ആർക്കും ഉപദ്രവമായി മാറാൻ പാടില്ല.
അങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിനവന് ധർമ്മത്തിന്റെ പ്രതിഫലം കിട്ടും എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ വാചകം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരന്മാരാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു ഫഅസ്ലിഹു ബൈന അഖവൈക്കും, എല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് സഹോദരന്മാർ ജീവിക്കേണ്ടത്, വർദ്ധിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് നന്നായി പെരുമാറും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാണ്, വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. സഹാബത്തിനിടയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവരെല്ലാം എപ്പോഴും സ്നേഹത്തിലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അവരുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹാബത്ത് മനുഷ്യരാണ്, മനുഷ്യ സകലമായ എല്ലാ സ്വഭാവങ്ങളും ആ പ്രിയപ്പെട്ട സഹാബത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മളിലുണ്ട്. നമ്മൾ മലക്കുകളൊന്നുമല്ലല്ലോ, നമ്മൾ മനുഷ്യരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുടെ ഇടയിൽ രജ്ഞിപ്പുണ്ടാക്കണം, യോജിപ്പുണ്ടാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതാണ് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തം. വസ്സുൽഹു ഖൈർ, പരസ്പരം വിദ്വേഷത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ അവരെ പരസ്പര സ്നേഹത്തിലേക്ക്, അവരെ പരസ്പരം അടുപ്പിക്കലും, അവരുടെ പ്രശ്നം പറഞ്ഞു തീർക്കലും, അവരുടെ ഇടയിൽ രജ്ഞിപ്പുണ്ടാക്കലും, പ്രശ്നം പരിഹരിക്കലും, അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ വിഷയത്തിന്റെ ഗൗരവം, നമുക്ക് കളവ് പറയാൻ അനുവദനീയമല്ല. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കളവ് പറയാൻ പാടില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കളവ് പറയൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണമല്ല. കളവ് പറയൽ മുനാഫിക്കിന്റെ അടയാളമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വിധങ്ങൾ പറഞ്ഞു. ആയത്തിൽ മുനാഫിഖി സലാസുൻ, കപട വിശ്വാസിയുടെ ലക്ഷണം മൂന്നാണ്. ഇദാ ഹദ്ദസ കദിബ, ഒന്ന് സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ കപട വിശ്വാസിയുടെ അടയാളമാണ്. സംസാരിച്ചാൽ കള്ളം പറയും, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, വിശ്വസിക്കപ്പെട്ടാൽ ചതിക്കും, വഞ്ചിക്കും. അപ്പൊ ഒന്നാമതായി പ്രവാചകൻ എണ്ണിയത് കളവ് പറയൽ മുനാഫിക്കിന്റെ അടയാളമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കളവ് പറയൽ അനുവദനീയമാണ്. പ്രിയപ്പെട്ടവരെ, കളവ് പറയാൻ പാടില്ല. ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. സത്യവിശ്വാസികളുടെ ഉഗ്രനായ മനുഷ്യനുണ്ടാകുന്ന ചില ദുസ്വഭാവങ്ങളെ കുറിച്ച് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, അയ്യപ്പോഴും നബിയെ, ഒരു വിശ്വാസി ഭീരുവാകുമോ നബിയെ? സഹാബത്ത് പറഞ്ഞു, ഞാൻ പറയാം ഭീരുവാകും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? പുറകോട്ട് ഭീരുവാകും. രണ്ടാമത് വീണ്ടും സഹാബത്ത് ചോദിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യൻ ലുബ്ധനാകുമോ നബിയെ? അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അത് ലുബ്ധതയുണ്ടാകും, ലുബ്ധനാകും. മൂന്നാമത് വീണ്ടും സഹാബത്ത് ചോദിച്ചു, അയഖൂലുൽ മുഅ്മിനു കദ്ദാബ, നബിയെ, ഒരു സത്യവിശ്വാസി കളവ് പറയുന്നവനാകുമോ? അപ്പോൾ പ്രവാചകൻ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, ഇല്ല, കള്ളം പറയുന്നവൻ മുസ്ലിമല്ല, കള്ളം പറയുന്നവൻ മുസ്ലിമല്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള കാര്യമാണ്, അത് മറ്റൊരു വിഷയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കളവ് പറയൽ വലിയ വൻ പാപമായി എണ്ണപ്പെടുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കളവ് പറയൽ അനുവദനീയമാണ്. ഏതൊക്കെയാണ് ആ സന്ദർഭം? അൽ കദിബു ഇല്ലാ ഫീ സലാത്തി, മൂന്ന് കാര്യങ്ങളിൽ നമുക്ക് കളവ് പറയാൻ അനുവദനീയമാണ്. മൂന്ന് വിഷയങ്ങൾ. ഒന്ന്, യുഹദ്ദിസു റജുലു ഇംറഅതഹു ലിയുർദിയഹ, ഭർത്താവിന് ഭാര്യയോട് കളവ് പറയാം. ചില സന്ദർഭങ്ങളിൽ കുടുംബജീവിതം സമാധാനപരമായി പോകണമെങ്കിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പൊട്ടലും ചീറ്റലുകളും പരിഹരിക്കണമെങ്കിൽ, കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ
ഭാര്യയോട് ചില സന്ദർഭങ്ങളിൽ കളവ് പറയൽ ഭർത്താവിന് അനുവദനീയമാണ്. ഭർത്താവിന് ഭാര്യയോട് കളവ് പറയൽ ചില സന്ദർഭങ്ങളിൽ അനുവദനീയമാണ്. രണ്ടാമതായി യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ ചില കളവുകൾ പിന്നെ പറയാം. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയം, ജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരെ രമ്യതയിലാക്കാൻ വേണ്ടി കളവ് പറയൽ അനുവദനീയമാണ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ രണ്ടാളുകൾ അല്ലെങ്കിൽ രണ്ട് പറ്റം ആളുകൾ പരസ്പരം വിദ്വേഷത്തിൽ കഴിഞ്ഞാൽ, വൈരാഗ്യത്തിൽ കഴിഞ്ഞാൽ, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ, അവരെ രമ്യതയിലാക്കാൻ, അവരെ സുരക്ഷിതരാക്കാൻ കളവ് പോലും പറയൽ അനുവദനീയമാണെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും സത്യവിശ്വാസികൾ പിണങ്ങി കഴിയേണ്ടവരല്ല, വിദ്വേഷത്തിൽ കഴിയേണ്ടവരല്ല. ഒരിക്കലും അവർ പരസ്പരം കാണുമ്പോൾ മുഖച്ചുളിച്ചു പുറത്തിരിഞ്ഞ് നടക്കേണ്ടവരല്ല. അവർ പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിക്കേണ്ടവരാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. സുൽഹ് രണ്ടാളുകളെ പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടാളുകളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് നമ്മൾ ആലോചിക്കുക, ഞാൻ അത് ഊതി തീർപ്പിക്കാനാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മലപോലെ വന്ന ആ പ്രശ്നം അത് പരിഹരിച്ച് മഞ്ഞുപോലാക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്? നമ്മൾ ആലോചിച്ചു. ഒരു ചെറിയ പ്രശ്നം അതിങ്ങനെ ഊതി പെരുപ്പിച്ച് അതിങ്ങനെ പർവ്വത സമാനമാക്കി സമൂഹത്തിൽ വലിയ വിദ്വേഷവും പ്രശ്നങ്ങളും സൃഷ്ടിക്കാനല്ലേ നമ്മൾ നിൽക്കുന്നത്? എത്ര അപകടമാണ്. നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരം, റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജ്, ഈ പുണ്യ പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുകും ബി അഫ്ളലി മിൻ ദറജതി സിയാമി വസ്സലാത്തി വസ്സദഖ. പ്രിയപ്പെട്ട സഹാബത്തെ, നമസ്കാരത്തെക്കാളും ദാനധർമ്മങ്ങളെക്കാളും പ്രധാനുഷ്ഠാനത്തെക്കാളും ഉത്തമമായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ കർമ്മം നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മങ്ങളെക്കാൾ പുണ്യമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനൊരു ചോദ്യം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ സഹാബാക്കൾ ഒന്നടക്കം പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്നാലും നോമ്പിനേക്കാളും സദഖയേക്കാളും നമസ്കാരത്തെക്കാളും പുണ്യമായ ആ കർമ്മം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാഹു ദാത്തിൽ ബൈൻ. വിദ്വേഷത്തിൽ കഴിയുന്ന രണ്ടുപേരെ സുൽഹിലാക്കലാണ്, രമ്യതയിലാക്കലാണ് ഈ പറയപ്പെട്ട ഇബാദത്തുകളെക്കാൾ ഉത്കൃഷ്ടമായ അമലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ രീതിയിൽ സൗഹൃദം പുലർത്തി ജനങ്ങൾക്ക് നന്മ ചെയ്ത് എല്ലാവരോടും ഇണങ്ങി ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, നിനക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ നീ ആരെയും ഉപദ്രവിക്കരുത്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ പ്രവാചകന്റെ ഹദീസുകളാണ്. ഇതൊക്കെ നമ്മൾ പഴഞ്ചൊല്ലുകളായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പ്രവാചകൻ പറഞ്ഞു,
നീ ആരെയും ഉപദ്രവിക്കരുത്, നീ ആരെയും ഉപദ്രവിക്കാതിരിക്കൽ ഫഇന്നഹാ സദഖ, അത് ധർമ്മമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ ഉപദ്രവിക്കാൻ നമുക്ക് തോന്നി, അപ്പൊ നമ്മൾ അതിൽ നിന്നും മാറി ഞാൻ എന്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? ഒരു വാക്ക് കൊണ്ട്, എന്റെ വാക്ക് ആർക്കും ഒരു ഉപദ്രവകരവും ഉണ്ടാക്കുന്ന വാക്കാകരുത്. എന്റെ പ്രവൃത്തി, ആ പ്രവൃത്തി ആർക്കും ഉപദ്രവമായി മാറാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതിനവന് ധർമ്മത്തിന്റെ പ്രതിഫലം കിട്ടും എന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. സുൽഹ് രണ്ടാളുകളെ പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന, അല്ലെങ്കിൽ രണ്ടാളുകളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പരിഹരിക്കുന്നതിന് പകരം നമ്മുടെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് നമ്മൾ ആലോചിക്കുക, ഞാൻ അത് ഊതി തീർപ്പിക്കാനാണോ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മലപോലെ വന്ന ആ പ്രശ്നം അത് പരിഹരിച്ച് മഞ്ഞുപോലാക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്? ഒരു ചെറിയ പ്രശ്നം അതിങ്ങനെ ഊതി പെരുപ്പിച്ച് അതിങ്ങനെ പർവ്വത സമാനമാക്കി സമൂഹത്തിൽ വലിയ വിദ്വേഷവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനല്ലേ നമ്മൾ നിൽക്കുന്നത്? അപകടമാണ്. നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരം, റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജ്, ഈ പുണ്യ പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിച്ചു, അലാ ഉഖ്ബിറുകും ബി അഫ്ളി മിൻ ദറജതി സിയാമി വസ്സലാത്തി വസ്സദഖ. പ്രിയപ്പെട്ട സഹാബത്തെ, നമസ്കാരത്തെക്കാളും ദാനധർമ്മങ്ങളെക്കാളും പ്രധാനുഷ്ഠാനത്തെക്കാളും ഉത്തമമായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആ കർമ്മം നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മങ്ങളെക്കാൾ പുണ്യമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനൊരു ചോദ്യം സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ സഹാബാക്കൾ ഒന്നടക്കം പറഞ്ഞു, വലാ യാ റസൂലല്ലാഹ്, അതേ അല്ലാഹുവിന്റെ പ്രവാചകനെ, പറഞ്ഞു തന്നാലും നോമ്പിനേക്കാളും സദഖയേക്കാളും നമസ്കാരത്തെക്കാളും പുണ്യമായ ആ കർമ്മം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാഹു ദാത്തിൽ ബൈൻ, വിദ്വേഷത്തിൽ കഴിയുന്ന രണ്ടുപേരെ സുൽഹിലാക്കലാണ്, ജമ്മിലാക്കലാണ് ഈ പറയപ്പെട്ട ഇബാദത്തുകളെക്കാൾ ഉത്കൃഷ്ടമായ അമലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാൻ വരുമ്പോഴാണ് നമ്മൾ രണ്ടുപേരുടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. റമദാൻ മാസത്തിൽ നോമ്പ് വിളിച്ചിട്ട് വരുമ്പോഴാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. ആലോചിച്ചിരിക്കുന്നത്, നമ്മുടെ ഈ നമസ്കാരങ്ങൾ എന്താ ഗുണം? നമ്മുടെ ഈ നോമ്പ് കൊണ്ട് നമുക്ക് എന്താ ഗുണം? നമ്മൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളെക്കാളൊക്കെ അല്ലാഹുവിന് ഇഷ്ടം പരസ്പരം ആളുകളെ ചേർത്ത് നിർത്തുക, ജനങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് അവരെ യോജിപ്പിലും യജ്ഞത്തിലുമാക്കുക. ഇതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. എന്നാൽ ഇതിന്റെ മറുപുറം രണ്ടുപേരെ തമ്മിലടിപ്പിക്കൽ, അല്ലെങ്കിൽ രണ്ട് വിഭാഗം ആളുകളെ തമ്മിൽ പരസ്പര വിദ്വേഷത്തിൽ അകപ്പെടുത്തൽ, അത് മുണ്ടനം ചെയ്യലാണ്. സഹാബി പറയുകയാണ്, തലമുണ്ടനം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ദീനിനെ മുണ്ടനം ചെയ്യുന്നതിന് തുല്യമായ തെറ്റാണ്. ദീനനെ പഠിച്ചു കളയുക, രണ്ടുപേരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കൽ, രണ്ടുപേരെ തമ്മിലടിക്കൽ,
രണ്ടു പേരുടെ ഇടയിലുള്ള ചെറിയ പ്രശ്നത്തെ ഊതി വീർപ്പിച്ചവരെ കടുത്ത ശത്രുക്കളാക്കൽ ദീനിനെ പഠിച്ചു കളയുന്നത് തുല്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്തിനാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നത്? എന്തിനാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് നാം നമ്മുടെ ദീനെ ഇല്ലാതാക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മൾ എന്തിനാണ് നമ്മുടെ ചില വാക്കുകൾ കൊണ്ട് ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ നിഷ്ഫലമാക്കുന്നത്? ഇതല്ലല്ലോ ജീവിതം, ഇതല്ലല്ലോ നമ്മുടെ ജീവിതം. നമുക്ക് ഇനി കിടക്കുകയാണ് ജീവിതം. ഈ ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമേ അല്ല. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആ സൂറത്തിൽ അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അല്ലാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത, അല്ലാഹു മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാത ജീവിതത്തെയും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ജീവിക്കുന്ന കേവലം 60-70 ഈ വർഷത്തിന്റെ നമ്മുടെ ഈ കുറഞ്ഞ ആയുസ്സിനെ അല്ലാഹു കൂടെ പരാമർശിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തെ അല്ലാഹു പരിഗണിച്ചിട്ടേ ഇല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെ അല്ലാഹു എണ്ണിയത് ഖലഖൽ മൗത, മരണം മുതലാണ്. നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് മരണത്തോടു കൂടിയാണ്. മരണത്തോടു കൂടി നമ്മൾ തുടങ്ങുന്ന ജീവിതം, ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വൽ ഹയാത, അതാണ് യഥാർത്ഥ ജീവിതം. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടണം. നമ്മുടെ കർമ്മങ്ങളൊക്കെ ആ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ഒരു പ്രവൃത്തിയും ഒരു വാക്ക് നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹത്തോടെ. ആരെങ്കിലും വിദ്വേഷത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ആ പ്രശ്നം പരിഹരിച്ച് രമ്യതയുണ്ടാക്കി, രജ്ഞിപ്പുണ്ടാക്കി സൗഹൃദം സൃഷ്ടിക്കണം നമ്മൾ. മറിച്ച് പ്രശ്നമാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അല്ലാഹു സൂറത്തുൽ മാഇദ 2-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വതആവലു അലൽ ബിർരി വൽ തഖ്വ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. വതആവലു അലൽ ബിർരി വൽ തഖ്വ, നമ്മൾ പരസ്പരം സഹകരിക്കേണ്ടതും സഹായിക്കേണ്ടതും അലൽ ബിർറ് പുണ്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, പുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് പരസ്പരം നമ്മൾ സഹായിക്കേണ്ടത്. വത്തഖ്വ, ആളുകൾക്ക് നന്മയുണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളിൽ തഖ്വ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ പുണ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ തആവലു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപകരമായ കാര്യങ്ങളുടെ പേരിലും ജനങ്ങളുടെ ഇടയിൽ ശത്രുതയുണ്ടാക്കാൻ നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്, സഹായിക്കരുത്. ജനങ്ങളെ പരസ്പരം തമ്മിലടിക്കാൻ, ജനങ്ങളുടെ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും പരിശ്രമിക്കരുത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളണേ. ഇതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടണം. ആഖിറത്തിൽ ആ പടച്ചവനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ഈ പറഞ്ഞതിന് വിപരീതമാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ കഠോരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ ആഴ്ച പറയാനുള്ളത്, നമ്മൾ ഈ പറയപ്പെട്ടതുപോലെ സൗഹൃദവും സ്നേഹവും എല്ലാം നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കണം. ഈ സഹോദര ബന്ധത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ പരസ്പരം യഥാർത്ഥ വിശ്വാസികളായി തീരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമല്ല നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. നിങ്ങൾക്ക് വിശ്വാസികളല്ലെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭ്യമല്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാ തുഅ്മിനു, നമസ്കരിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കർമാനുഷ്ഠാനങ്ങൾ ചെയ്യൽ കൊണ്ടോ
അല്ലെങ്കിൽ മറ്റ് ഈമാൻ ഇസ്ലാം കാര്യങ്ങളിൽ യഥാർത്ഥ വിശ്വാസം വെച്ച് പുലർത്തൽ കൊണ്ട് മാത്രം നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, ആ കാര്യം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹം വളരും, പിണക്കം മാറും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ഹബീബായ പ്രവാചകൻ സഹാബത്തിനോട് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു അല്ലാഹു ഒറ്റ കാര്യം പറഞ്ഞു കൊടുത്തത്, പരസ്പര പിണക്കം മാറാൻ, സ്നേഹമുണ്ടാകാൻ നബി തങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ വഴി, പരസ്പരം കാണുമ്പോൾ സലാം പറ. എത്ര വിദ്വേഷമുള്ളവനായാലും നമ്മളോട് എത്ര വൈരാഗ്യമുള്ളവനായാലും കാണുമ്പോൾ ഇത് സ്വർഗ്ഗം കിട്ടാനുള്ള വഴിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഖാദിമാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ബുനയ്യ, ഏ പൊന്നു മോനെ, ശ്രദ്ധിക്കണേ, എന്റെ പൊന്നു മോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് കഴിയുമെങ്കിൽ എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും നീ ആകണം. എങ്ങനെയാകണം? ലൈസ ഫീ ഖൽബിക ഖുശ്ശുൻ ലിഅഹദിൻ, ആരോടും ഒരു വൈരാഗ്യവും ഇല്ലാതെ നിനക്ക് പ്രഭാതത്തിൽ പ്രദോഷത്തിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കുമോ? നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്കും. ഈ പറയുന്ന ഞാനത്ര നല്ലതൊന്നുമല്ല കേട്ടോ. മനുഷ്യനാണ് നമ്മള്, പിണക്കോ വൈരാഗ്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെല്ലാവരോടും, ഞാൻ എന്നോടും, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങളോട് പറയുന്നു, എല്ലാ രാവിലെയും പ്രഭാതത്തിലാകുമ്പോൾ, എല്ലാ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരോടും ഒരു വൈരാഗ്യമില്ല, ആരോടും ഒരു വെറുപ്പും വിദ്വേഷമില്ല. നല്ല ഹൃദയമാണ്, തെളിഞ്ഞ മനസ്സാണ്. അങ്ങനെ നിന്റെ മനസ്സിനൊന്ന് സ്ഫുടം ചെയ്യാൻ പറ്റുമോ? മനസ്സിനൊക്കെ എല്ലാ ദിവസവും നീ പ്രദോഷത്തിലാകുമ്പോൾ, നീ ഉറങ്ങാൻ സമയത്ത് നീ ആലോചിക്കണം, ആരോടെങ്കിലും എനിക്ക് വൈരാഗ്യമുണ്ടോ, ആരോടെങ്കിലും എനിക്ക് കെറുണ്ടോ, ആരോടെങ്കിലും എനിക്ക് വിദ്വേഷമുണ്ടോ, അവരോട് പറഞ്ഞ് പൊരുത്തം ചോദിക്കണം. ആരോടും ഒരു വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാത്ത തെളിഞ്ഞ ശുദ്ധമായ മനസ്സോടുകൂടി ജീവിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ജീവിക്കണം. മനസ്സേ, അങ്ങനെ ജീവിക്കണം. ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ ജീവിക്കൽ എന്റെ സുന്നത്താണ്. അതെന്റെ സുന്നത്താണ്, എന്റെ സുന്നത്താണ്. താടി വെക്കലും മീശ വെട്ടലും നഖം മുറിക്കലും ഇത് മാത്രമല്ല സുന്നത്ത്. ആരോടും വിദ്വേഷമില്ലാത്ത തെളിഞ്ഞ മനസ്സിന്റെ ഉടമകളായി ജീവിക്കൽ എന്റെ സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വമൻ നഹിയ സുന്നതി, ആരുടെ സുന്നത്തിനെ ഹയാത്താക്കുന്നു, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ നഹബ്ബനി, ആരെന്നെ ഇഷ്ടപ്പെടുന്നു, കാന മഈ ഫിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ എന്നോടൊപ്പമായിരിക്കും. അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആരോടും ഒരു വിദ്വേഷവും വേണ്ട, ഒരു വൈരാഗ്യം നമുക്ക് ആരോടും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മൾ ഉപദ്രവിച്ചോ, ആരൊക്കെ നമ്മളെ മാനസികമായി ശാരീരികമായി പ്രയാസപ്പെടുത്തിയോ, എല്ലാവർക്കും എല്ലാവർക്കും മാപ്പ്, എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ഇങ്ങോട്ട് തിന്മ കാണിച്ചവരോട് അങ്ങോട്ട് നന്മയോടുകൂടി പെരുമാറുക. അങ്ങനെ ഒരു മനസ്സല്ലാഹു നമുക്ക് തരട്ടെ. അയ്യോ പോരാ, അല്ലാഹു അങ്ങനെ ഒരു മനസ്സ് നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.